എവിടം വരെ ആയി പെങ്ങളെ? ആയി വരുന്നു, എല്ലാമായി വരുന്നു. ഒരു അരമണിക്കൂർ കൂണ് കഴിക്കാം. കൃഷി പരിപാലനമൊക്കെ എവിടം വരെ എത്തി? ഒരു സെറ്റ് പണി കഴിഞ്ഞടി. അത് കഴിഞ്ഞ് ഞാൻ പുളിയൊക്കെ കഴിഞ്ഞ് വന്നേക്കുക. പുളിശ്ശേരി കടുക് കളിക്കുന്നു. അത് കഴിഞ്ഞാൽ നമുക്ക് ചോറ് കഴിക്കാം, കുറച്ച് പപ്പടം കാച്ചണം, അതൊക്കെ ഉള്ളൂ. നമ്മുടെ ചിന്നു ഇനി എന്നാ വരുന്നേ? അവളുടെ കാര്യം പ്രവചിക്കാനൊന്നും പറ്റൂല. ഈ കൊടുങ്കാറ്റ് വരുമ്പോ ഇങ്ങനെ ആഞ്ഞൊരു വരില്ലേ, അതേപോലെ ഒരു പോക്ക് മുമ്പ് പോകും. അവളില്ലാത്തോണ്ടേ എനിക്ക് എന്തരോ പോലെ. ഒന്നുമില്ലല്ലേ? അല്ല, അവിടെ കാലം ആലോചിക്കുമ്പോഴേ എനിക്കൊരു വല്ലാത്ത വിഷമമാണ്. അല്ല, എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അല്ല, അവളുടെ കാര്യത്തിൽ ഞാൻ ഉടൻ തന്നെ ഒരു തീരുമാനം എടുക്കും. അല്ല, ഇല്ലെങ്കിൽ ഞാനൊരു തീരുമാനം എടുക്കും, അതുറപ്പാ. അതാണ് നല്ലത്. എന്താ അറിയോ, ഈ ചേട്ടൻ തീരുമാനം എടുക്കുന്ന പറയണതല്ലാതെ ഇതുവരെ ഒരു തീരുമാനം എടുത്ത് കണ്ടില്ല. അല്ലെങ്കിൽ തന്നെ അച്ഛൻ സ്റ്റേൺ ആയിട്ട് തീരുമാനം എടുക്കാൻ എന്തറിയാം? അതെങ്ങനെ? അച്ഛൻ എല്ലാത്തിനും പേടിയല്ലേ? പേടിയാ? എനിക്ക് പേടിയാണ്. ആര് പറഞ്ഞു? ആര് പറയണം? അച്ഛന്റെ കൂടെയല്ലേ ഞങ്ങൾ എല്ലാരും ജീവിക്കുന്ന. ഞങ്ങൾക്ക് അറിയാലോ അച്ഛന്റെ സ്വഭാവം എന്താണ്. അത് തന്നെ. അതൊക്കെ പോട്ടെ, നമുക്ക് ആവശ്യം വിടാം. സമയമാകുമ്പോ എല്ലാം നടക്കും, അല്ലെങ്കിൽ ഞാൻ നടത്തും. സമയാകുമ്പോ എല്ലാം നടക്കും, അതേ നടക്കത്തുള്ളൂ. അല്ലാതെ അച്ഛനെ കൊണ്ട് ഒന്നും നടക്കൂല. മതി. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഉള്ളത് പറയാൻ പറ്റൂല. മാമനല്ലേ പറഞ്ഞത് പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയണോന്ന്. അല്ല, അതൊക്കെ ശരിയാ. പക്ഷേ എന്ത് പക്ഷേ മാമ, അവള് പറഞ്ഞത് ശരിയല്ലേ? ഞാൻ അച്ഛനോട് എത്ര പ്രാവശ്യം പറഞ്ഞെന്നറിയോ ഒരു സ്പേസ് എടുത്തു തരാൻ. സ്പേസോ? ജിമ്മ് തുടങ്ങാനായിട്ട് ഒരു സ്പേസ് എടുത്ത് തരാൻ പറഞ്ഞു. അഡ്വാൻസ് കൊടുക്കണം, വാടക ഞാൻ കൊടുക്കാന്ന് പറഞ്ഞതാണ്. പിന്നെ ഒരു 10 ലക്ഷം രൂപയുടെ ലോൺ ശരിയാക്കി തരുമോന്ന് ചോദിച്ചു. എന്നാ എനിക്ക് കുറച്ച് എക്യുപ്മെന്റ്സ് എടുക്കായിരുന്നു. ഞാൻ ജിമ്മ് തുടങ്ങി എത്ര ക്ലയൻസ് വരും അമ്മയ്ക്ക് അറിയോ? നടക്കൂലടി, അത് നടക്കത്തേ ഇല്ല. അതൊക്കെ വേറെ പിള്ളേരുടെ അച്ഛന്മാരായിരിക്കണം. നമ്മുടെ അച്ഛന്റെ കാര്യം തദൈവ. മതി, നിർത്ത. കാര്യം പറയുമ്പോ നിർത്ത്. ഊണിന്റെ കാര്യം നോക്ക്. രവിയേട്ട എങ്ങോട്ട് പോണ്? നിങ്ങൾ കഴിക്കും, ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിക്കാം. കണ്ട എന്തെങ്കിലും കാര്യം പറയുമ്പോ അപ്പ അങ്ങ് മുങ്ങിക്കൊള്ളണം, പിന്നെ ഒന്നും കേക്കണ്ടല്ലോ. പിള്ളേരെ, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷെ ഇവിടെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി പെരുമാറണ്ടേ? അതിന്റെ കാര്യങ്ങളൊന്നും തുടങ്ങി കണക്ക് പട്ടിക നിരത്താൻ തുടങ്ങി. എന്തെങ്കിലും പറഞ്ഞ ഉടനെ അവസാനം ഇപ്പൊ അമ്മയുടെ പ്രയോഗം ഇതാണ്. അമ്മ പോയി ഭക്ഷണം എടുത്ത് വെക്ക്. അമ്മയ്ക്ക് അടുക്കളയുടെ കാര്യം മാത്രം നോക്കാനേ അറിയാവൂ. ഓരോരുത്തരും അമ്മമാര് എന്ത് ഫോർവേഡാണെന്ന് അറിയാവോ? എനിക്കും ഉണ്ട് ഒരു അമ്മ. അതേടി, ഞാൻ ബാക്ക്വേർഡ് തന്നെ. ഇനി നിന്റെ ഫ്രണ്ട്സ് ചോദിക്കുമ്പോഴേ ഞാനേ അമ്മയല്ല വീട്ടിലെ ജോലിക്കാരെന്ന് നീ പറഞ്ഞോ? മിക്കവാറും അങ്ങനെയൊക്കെ തന്നെ പറയേണ്ടി വരും. മതി, ഇവിടെ നിർത്തിക്കോ ഈ ടോപ്പിക്. പോയി അച്ഛനെ വിളിച്ചോണ്ടോ, ഞാൻ ചോറ് എടുക്കാൻ പോണു. എന്ത് ഷോയും കാണിച്ചോണ്ട് ഇറങ്ങി പോയതല്ലേ അച്ഛൻ? അച്ഛന് വിശക്കുമ്പോ താനെ വന്ന് കഴിച്ചോളൂ. നീയൊന്നും വിട്ടു. നീ വാ.